വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് ആൻ എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ എന്നതിനെ കുറിച്ചിട്ടാണ്. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ റിസൾട്ടും ഒരു സ്റ്റഡി പ്ലാനും ഇല്ലാതെ റാൻഡമായിട്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെയും റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങി അതിൻ്റെ ഫസ്റ്റ് പേജ് മുതൽ പഠിക്കുന്നതിനെക്കാട്ടിയും അല്ലെങ്കിൽ ഒരു റാൻഡം ടോപ്പിക്കിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കുന്നതിനെക്കാട്ടിയും ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. 2-3 പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്റ്റഡി പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച്. ബട്ട് ഞാനൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ പലർക്കും കൺവീനിയൻ്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെ ഒരു എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കും. ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. കാരണം ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും ഇല്ലാതെ നമ്മൾ പോകുമ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ ഇന്ന് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മൾ ഇതുവരെ ഒന്നും കവർ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ റിവിഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ട്രെസ് അത്രയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും അത്രയും തികയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും പഠിച്ച് തീരുന്നില്ല എന്ന്. ഈ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത് എക്സാമിനോടൊക്കെ അടുക്കുമ്പോഴാണ്. നമ്മൾ ഒരുപാട് PSCയുടെ സിലബസ് അറിയാമല്ലോ, വാസ്റ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതത്രയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു 1-2 മാസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നമുക്ക് വൈസായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ആ ഒരു സർട്ടൈൻ ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനും പറ്റും. ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം വെക്കുമ്പോഴാണ്, എല്ലാം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് വെക്കുമ്പോഴാണ് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡീസ് അത്രയും പ്രൊഡക്റ്റീവ് ആയിരിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്യും. സോ ദീസ് ആർ ദ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് എ സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു റാങ്ക് ഫയൽ ഉണ്ട് അതിൻ്റെ ഉള്ളടക്കം വെച്ചിട്ടൊന്നും ഒരിക്കലും സ്റ്റഡി പ്ലാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് ടോപ്പിക്കൊന്നും അങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളടക്കം ഫുള്ളും അതിൽ കൊടുത്തേക്കുന്ന കോണ്ടൻസ് ഫുള്ളും പഠിക്കുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊന്നും അത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. റാങ്ക് ഫയലിൽ ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. സോ അങ്ങനെ നോക്കി പഠിക്കുന്നതിനെക്കാട്ടിയും സിലബസിലുള്ള കാര്യങ്ങളും അല്ല PSC ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാം. അല്ലെങ്കിൽ അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് സ്റ്റഡി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാൻ യുവർ ഡേ ദ നൈറ്റ് ബിഫോർ യു ഗോയിങ് ടു സ്ലീപ്പ്. നിങ്ങൾ തലേദിവസം ഉറങ്ങുന്നതിന് മുന്നേ തന്നെ പിറ്റേന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടാസ്കൊക്കെ ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം തലേദിവസമേ നമ്മുടെ പ്ലാൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് മോർണിംഗ് എണീക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും ഇന്ന് ഇത്രയും പ്ലാൻസൊക്കെ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്, ഒരു ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ടാസ്കൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാനൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി പ്ലാനറായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി പ്ലാനർ സെറ്റ് ചെയ്യാം, മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഡെയിലി ടാസ്ക് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു വീക്ക് ഫുള്ളായിട്ടുള്ള എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മന്തിലേക്കുള്ള പ്ലാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എത്രയൊക്കെ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്താലും മേക്ക് ഷുവർ ദാറ്റ് ഈസ് പോസിബിൾ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള പ്ലാൻസ് മാത്രം ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പുള്ള ടാസ്ക് മാത്രം നിങ്ങൾക്ക് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്ലാൻസൊക്കെ യൂസ്ലെസ് ആയിരിക്കും. സോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആണ് എന്ന് തോന്നുന്ന പ്ലാൻസ് മാത്രം സെറ്റ് ചെയ്യാം. വളരെ എക്സ്ട്രാ പെർഫെക്റ്റ് ആയിട്ടൊന്നും പ്ലാൻസ് സെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് പ്ലാൻസ് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് മാത്രം ആഡ് ചെയ്യാതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ആയാലും
ഏതൊക്കെ ടൈമിൽ എക്സസൈസ് ചെയ്യണം, ഫുഡ് കഴിക്കണം എന്നുള്ളതെല്ലാം ആ പ്ലാനിൽ ഉൾപ്പെടുത്തുക. നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ടായിരിക്കണം. ഡെയിലി ടാർഗറ്റ് ഉണ്ടായിരിക്കണം, വീക്ക്ലി ടാർഗറ്റ് ഉണ്ടായിരിക്കണം, മന്ത്ലി ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ദിവസം സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെയിലി ടാർഗറ്റായിട്ട് വെക്കുന്നതെങ്കിൽ ടോട്ടൽ 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ വീക്ക് എൻഡ് ആകുമ്പോഴത്തേക്കും, അതായത് മൺഡേ ടു ഫ്രൈഡേ ആയിട്ട് 5 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. സാറ്റർഡേ ആയപ്പോൾ റിവിഷനും കഴിഞ്ഞു. സൺഡേ ആയപ്പോഴത്തേക്കും നിങ്ങൾ 10ാം ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. അപ്പം വീക്ക്ലി ടാർഗറ്റ് എന്താണ് വെക്കേണ്ടത്? 10th സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീക്ക്ലി ടാർഗറ്റായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഡെയിലി ടാർഗറ്റായിട്ട് അതിലെ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നത് ഡെയിലി ടാർഗറ്റായിട്ട് വെക്കാം. ഇങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെയിലി ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീക്കിലെ ടാർഗറ്റ് ഫുള്ള് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് തരുന്നത്. ഇങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ഒരു എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാനുള്ള ലെവലിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് യു ക്യാൻ ട്രാക്ക് ദ പ്രോഗ്രസ് എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റഡീസിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും നിങ്ങൾ എത്രത്തോളം ടോപ്പിക്സൊക്കെ കവർ ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡീസൊക്കെ ഓൺ ട്രാക്കിലായിരിക്കും. ഇപ്പോൾ നമ്മൾ വീക്ക്ലി പ്ലാനറാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഉള്ള പ്ലാൻസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഒരു ഡേയും കൂടി കൊടുക്കുക. അതായത് ഒരു പ്ലാൻസും വെക്കാതെ ഒരു ഡേ, ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ടാസ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് സാറ്റർഡേ ഒന്നേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്സ് കവർ ചെയ്തില്ല, ഏതെങ്കിലും ടോപ്പിക്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊന്ന് കവറപ്പ് ചെയ്ത് എടുക്കാനുള്ള ഡേ ആയിട്ട് സാറ്റർഡേ കൊടുക്കുക. ഇല്ല നിങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ആ സാറ്റർഡേ റിവൈസ് ചെയ്യാം. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഡേയും കൂടെ ഇട്ടേക്കുക. കാരണം നമുക്കറിയാലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ സ്റ്റഡി പ്ലാൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നും നമ്മൾ ഡെയിലി എല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഡേയും കൂടെ കൊടുക്കുക, ജസ്റ്റ് എല്ലാം ഒന്ന് കവറപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, ഏത് രീതിയിലൊക്കെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയെങ്കിലും കിട്ടിക്കാണും. സോ അങ്ങനെ നിങ്ങളേതായിട്ടുള്ള റൊട്ടീൻസൊക്കെ അനലൈസ് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സ്റ്റഡി പ്ലാനും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരുടെ സ്റ്റഡി പ്ലാൻസും അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ആസ്പിരൻസിൻ്റെ സ്റ്റഡി പ്ലാൻസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ നിങ്ങളുടെ റൊട്ടീൻസൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ ഏതൊക്കെ ഷെഡ്യൂൾസാണ് അല്ലെങ്കിൽ ടൈമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റഡി പ്ലാൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ആർക്കും നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനും ടൈം ടേബിളും ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. So, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. If you like this video, please do like and subscribe and see you guys in the next video. Bye bye.